എല്ലാവരും അവിടെ ഇരിക്കും. ഇന്ന് പേപ്പർ ഇട്ടുണ്ട്, എല്ലാത്തിനും ഞാൻ തുറന്നില്ല. ജോൺസൺ 100 എന്നിട്ട് പേപ്പർ മാർക്ക് കുറഞ്ഞാൽ 1 മാർക്ക് ഞാൻ കുറഞ്ഞാൽ നിന്നെ ഞാൻ നല്ല തല്ലിടും. അടുത്ത ഉഴപ്പൻ രാജൻ ടി പി. എടാ 106 മാർക്ക്. നീ എന്തിനു പറയാ? കൈ ഇനി മാർക്ക് കൂട്ടി നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്. നിനക്ക് ഇതിനേക്കാൾ ശക്തി ഇട്ട് വരും. സൈമൺ എടാ 135. എടാ നീ എന്തിനു പറയാ? പാസ്സായിട്ട് എടാ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല തല കിട്ടും. കൈ കിട്ടി. അങ്ങനെ ചോദ്യം ചോദിക്കാൻ പോകും. ആരൊക്കെ പഠിച്ചിട്ടുണ്ടെന്നറിയാം. ആരാടാ സോഷ്യോളജിന്റെ ഫാദർ? പറയടാ. അറിയില്ലേ? കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, മോണ്ടസ്ക്യൂട്ട് അധികാര വിഭജന സിദ്ധാന്തം, അതാണ് നമ്മൾ പറയുന്നത്. പഠന വ്യവസ്ഥയെ കൃത്യമായി വിശദീകരിച്ചെങ്കിലും അമേരിക്കക്കാർ പിന്നീട് US ഭരണഘടനയെ അടിസ്ഥാനമായി അതിനെ സ്വീകരിച്ച് എന്തര പരിപാടി കൈനിറ മര്യാദയ്ക്ക് ക്ലാസ്സിൽ തെളിച്ചു ഇനി തല്ലുവിട്ടായിരുന്നു. ഓക്കെ, രാഷ്ട്രീയ അധികാരങ്ങളുടെ എണ്ണത്തിലും ഭാഗികമായി അധികാരം പ്രയോഗിക്കുന്ന രീതിയെയും അടിസ്ഥാനമാക്കിയാണ് മോണ്ടസ്ക്യൂ സർക്കാരിനെ തരംതിരിക്കുന്നത്. സർക്കാരിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതിന്റെ സ്വഭാവത്തെക്കാൾ ക്ലാസ് സംസാരിക്കുന്നത് മര്യാദ. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം റിപ്പബ്ലിക്. മോണ്ടസ്ക്യൂവിന്റെ അഭിപ്രായത്തിൽ ഒരു റിപ്പബ്ലിക് ഗവൺമെന്റ് അതിന്റെ ഒരു ഘട്ടത്തിനോ ജനങ്ങളുടെ ഭാഗത്തിനോ മാത്രമേ പരമോന്നത ശക്തിയുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പബ്ലിക് എന്നാൽ ജനങ്ങൾക്ക് പരമോന്നത ശക്തി ഉണ്ടെങ്കിൽ അതിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് ക്ലാസ് നാളെ പരീക്ഷയുണ്ട്. മാർക്ക് കുറച്ച് കിട്ടിയ നിന്നോടും കൂടെ പറഞ്ഞേക്കണേ. എടാ നീ പഠിച്ച് മാർക്ക് പിടിച്ചത് നിന്റെ കാര്യം പോക്കാം കേട്ടോ. ഞാൻ ഇന്ന് തൽക്കാലം പോവാം. നാളെ കാണിച്ച എല്ലാத்தைയും.